ഷൊർണൂർ വാടനാംകുരിശിയിൽ വീട്ടുമുറ്റത്ത് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. വീട്ടുടമയായ ജയന്തിയുടെ ബന്ധുവായ ഓങ്ങല്ലൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് മരിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇയാൾ രാത്രി വീട്ടിലെത്തി ശരീരത്തിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ചൊവ്വാഴ്ചയോടെ വാടനാംകുരിശി പൊയിലൂർ AS ഭവനത്തിൽ ജയന്തിയുടെ വീടിനോട് ചേർന്നാണ് വയോധികന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ ജയന്തി തന്നെയാണ് ആദ്യം മൃതദേഹം കണ്ടത്. പിന്നീട് അയൽവാസികളെ കൂടി വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് സമീപത്തു നിന്നും കുറച്ചു പണവും തീ കൊളുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ലൈറ്ററും രക്തം കട്ടപിടിക്കാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയും തൂവാലയും കത്തിക്കരിഞ്ഞ നിലയിൽ ചെരുപ്പും കണ്ടെത്തിയിരുന്നു. ജയന്തിയുടെയും മരിച്ച ചന്ദ്രശേഖരന്റെയും കുടുംബസ്വത്തായ ഓങ്ങല്ലൂരിലുള്ള സ്ഥലം ഭാഗം വെച്ച് വീതിച്ചെടുക്കാൻ കുടുംബത്തിലുള്ള ബാക്കി അവകാശികൾ തീരുമാനിച്ചെങ്കിലും ജയന്തി ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. ഇക്കാര്യം പറഞ്ഞു ചന്ദ്രൻ പിന്നീട് പലതവണ ജയന്തിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെ വിളിച്ച് ഒപ്പിടണമെന്നാവശ്യപ്പെട്ടതായി ജയന്തി പോലീസിന് മൊഴി നൽകി. അയൽ സംസ്ഥാനങ്ങളിൽ കുഴൽക്കിണർ കുഴിക്കുന്ന ജോലി ചെയ്യുന്ന ചന്ദ്രശേഖരൻ പാലക്കാടെത്തുമ്പോൾ പട്ടാമ്പിയിലെ ലോഡ്ജുകളിലാണ് താമസിക്കുക. മരിക്കുന്നതിന് തലേ ദിവസം കാരക്കാടിലുള്ള സുഹൃത്തിനെ വിളിച്ച് താൻ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയോടെ പൊയിലൂരിലെ വീട്ടിലെത്തിയ ചന്ദ്രശേഖരൻ ജയന്തിയുടെ വീട്ടിലെ വാതിലിൽ തട്ടിയെന്നും ഇയാളാണെന്ന് മനസ്സിലായപ്പോൾ ജയന്തി വാതിൽ തുറന്നില്ലെന്നും പോലീസ് പറഞ്ഞു. പിന്നീട് ഇയാൾ ശരീരത്തിന് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തീ കത്തുമ്പോൾ ശരീരത്തിന് ജീവനുണ്ടായിരുന്നെന്നും കരിയും പുകയും ആന്തരാവയവങ്ങളിലേക്ക് വരെ വ്യാപിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇയാൾ ശരീരത്തിലൊഴിച്ചത് ഏതിന്ധനമാണെന്നും അത് എവിടെ നിന്ന് കിട്ടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷൊർണൂർ DYSP ഷാജു K എബ്രഹാം, ക്രൈംബ്രാഞ്ച് DYSP K വിജയകുമാർ, ഇൻസ്പെക്ടർ P വിഷ്ണു, SI KP അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. UTV ന്യൂസ്, പാലക്കാട്.